ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇപ്പോൾ ചീനീസ് കിച്ചൺ ഇന്ന് വന്നിരിക്കുന്നത് വ്യത്യസ്തമായിട്ട് റെസിപ്പി ആയിട്ടാണ്. അതായത് ഇറച്ചിച്ചോറ് നമ്മളൊന്നും ഉണ്ടാക്കുന്നത് ചിക്കൻ വെച്ചിട്ടാണ്. ബീഫ് വെച്ചിട്ടും നമുക്ക് ചിക്കൻ ചോറ് ഉണ്ടാക്കാം. അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ചിക്കൻ വെച്ചിട്ടാണ് നമ്മളിന്ന് ഇറച്ചിച്ചോറ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഓണം റെസിപ്പീസൊക്കെ കഴിഞ്ഞു. നമുക്കിനി വീണ്ടും കുറച്ച് ഷോപ്പിംഗ് വ്ളോഗൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് വീണ്ടും നമ്മുടെ കുക്കിങ്ങിലേക്ക് വീഡിയോ മാറുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അത് വളരെ എളുപ്പത്തിൽ നമുക്ക് എപ്പോഴും ബിരിയാണിയൊക്കെ ഉണ്ടാക്കി മടുക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. ചെറിയൊരു സ്പൈസി ആയിട്ടുള്ള ഒരു ചോറ് തന്നെയാണ് ഈ ഇറച്ചിച്ചോറ്. ഇതിനൊരു മസാലയ്ക്ക് കുറച്ച് വ്യത്യാസമുണ്ട്. പിന്നെ ചോറ് കുറച്ച് നിങ്ങൾക്ക് കയ്യിലുള്ള അരി മതി, ബസ്മതി അരിയൊന്നും വേണമെന്നില്ല കേട്ടോ. വീട്ടിൽ സാധാരണ ചോറ് വയ്ക്കുന്ന അരി വെച്ചിട്ട് പൊന്നിരി വെച്ചിട്ടൊക്കെ നമുക്ക് ഉണ്ടാക്കാം. ഞാൻ ബസ്മതി കൈമ റൈസ് വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. നമുക്കിതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. പിന്നെ ചിക്കൻ കുറച്ച് വലിയ പീസസ് ആയിട്ടാണ് കേട്ടോ ഇറച്ചിച്ചോറിലിടുക. ബീഫാണെങ്കിലും ചിക്കൻ ആണെങ്കിലും അത് മാത്രമേ കുറച്ച് വ്യത്യാസമുള്ളൂ. ഇലയിൽ വെച്ചിട്ട് കുറച്ച് അച്ചാറും സാലഡും ഒഴിച്ച് പൊതിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് എടുത്ത് കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പൊതിച്ചോറൊക്കെ ആയിട്ട് പാക്ക് ചെയ്ത് നമുക്ക് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ അടിപൊളി ടേസ്റ്റിൽ കിട്ടും. അപ്പോൾ ഞാനൊരു പൊതിച്ചോറായിട്ട് ഇതൊന്ന് പൊതിഞ്ഞെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് കുക്കറിൽ വേണമെങ്കിൽ വെക്കാം, റൈസ് കുക്കറിൽ വെക്കാം. അങ്ങനെയാണ് ചെയ്യാറ്. ഇപ്പോൾ വീഡിയോ എടുക്കേണ്ടതുകൊണ്ട് മാത്രം ഞാൻ ഈ ഉരുളിയിൽ കാണിക്കുന്നതന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതായിട്ട് ഇതാ ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഫുൾ നെയ്യിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നമ്മൾ നോർമൽ ബിരിയാണിയിലൊന്നും വെളിച്ചെണ്ണ ചേർക്കാറില്ല. പക്ഷേ ഇതിൽ കുറച്ച് വെളിച്ചെണ്ണയും ബാക്കി നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് 1 ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം ചേർക്കേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഒരു 3 ഏലക്ക, 3 ഗ്രാമ്പു, ഒരു ചെറിയ പീസ് പട്ട, ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചതച്ച് വെച്ചത് പൊട്ടിച്ചെടുക്കണം കേട്ടോ. അത് ചതച്ച് തന്നെ എടുക്കണം നന്നായിട്ട്. എന്നാൽ മാത്രമേ നമ്മുടെ ഇറച്ചിച്ചോറിന് കറക്റ്റ് ഫ്ലേവർ വരുള്ളൂ. നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഇതിലേക്ക് നമ്മൾ 2 ചെറിയ സവാള സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വലുതാണെങ്കിൽ 1 ചേർത്ത് കൊടുത്താൽ മതി. 2 ഗ്ലാസ് അരിക്കുള്ള കണക്കാണ് കേട്ടോ അത്. ഇതിലേക്ക് 2 സവാള സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ മസാല നന്നായിട്ട് ചതച്ചിടുമ്പോഴേ നല്ലൊരു ഫ്ലേവർ തന്നെയാണ്. നമ്മുടെ ഇറച്ചിച്ചോറിൻ്റെ ഫ്ലേവർ എന്ന് പറയുന്നത് ഈ മസാലയാണ്. ഇതിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്നത് 2 ഗ്ലാസ് ബസ്മതി റൈസാണ്. നിങ്ങൾക്ക് ചോറിന് ഉപയോഗിക്കുന്ന ഏതരി മട്ടരിയോ അതുപോലെ തന്നെ വെള്ളരിയോ ഏതരി വേണമെങ്കിലും വെച്ചിട്ട് നിങ്ങൾക്ക് ഇറച്ചിച്ചോറ് തയ്യാറാക്കാം കേട്ടോ. മട്ടരി വെച്ചിട്ടൊക്കെയാണ് തയ്യാറാക്കുക. ഞാൻ ഇപ്പോൾ ബസ്മതി അരി ഇത് കൈമ റൈസാണ് എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ബസ്മതി റൈസ് വെച്ചിട്ടാണ് കേട്ടോ. ലോങ് റൈസ് വെച്ചിട്ടാണ് ഉണ്ടാക്കാറ്. പക്ഷേ മട്ടരി വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. വലിയ ഗ്ലാസ്സിൽ 2 ഗ്ലാസ്സാണ് അരി എടുത്തിരിക്കുന്നത്. സവോള നന്നായിട്ടൊന്ന് വഴണ്ട് വരണം കേട്ടോ. ഇനി അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് ഇഞ്ചി, വെള്ളുള്ളി, പച്ചമുളക് എല്ലാം കൂടെ ചതച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിന് വരെ ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ് ഉണ്ടായിരുന്നു. പച്ചമുളക് വേറെയായിട്ട് ചതച്ചിട്ടു കേട്ടോ. നിങ്ങൾ ഒരുമിച്ചാണെങ്കിലും ചതയ്ക്കാണ് നല്ലത്. ഇഞ്ചി, വെള്ളുള്ളി, പച്ചമുളക് എല്ലാം കൂടെ ഒരുമിച്ചൊന്ന് ചതച്ചെടുത്താൽ മതി. നമ്മളെടുക്കുന്ന ചിക്കൻ അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ സവോളയൊക്കെ എടുക്കേണ്ടത് കേട്ടോ. 1/2 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് പറയുന്നത്. 2 ഗ്ലാസ് അരിക്ക് 1/2 കിലോ ചിക്കൻ. കുറേ ചിക്കനായാൽ നന്നായിരിക്കില്ല. കുറേ ചോറിൽ കുറച്ച് ചിക്കൻ, അതാണ് അതിൻ്റെ ടേസ്റ്റ്. നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് പൊടികൾ ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. അതിന് ശേഷം ചിക്കൻ ഇട്ട് കുറച്ച് നേരം ഈ എണ്ണയിലൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇതിലേക്ക് ഒരു എരിവുള്ള മുളക് പൊടി 1/2 ടീസ്പൂൺ. ഈ റൈസ് കുറച്ച് എരിവുള്ളതാണ് കേട്ടോ. ഒരു 1/4 ടീസ്പൂണ് മല്ലിപ്പൊടി. നമ്മൾ എടുക്കുന്നതിനനുസരിച്ചിട്ടാണ് എടുക്കുന്ന പൊടികൾ ഇടേണ്ടത്. അധികം പൊടികളുടെ ചുവ വരാൻ പാടില്ല. പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ വെള്ളം അരിയൊക്കെ ഇട്ടതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് ബാക്കി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് ഗരം മസാല പൗഡർ ഇടാം. ഇതിൽ നമ്മൾ ചിക്കൻ മസാലയൊന്നും ചേർക്കില്ല കേട്ടോ. ഒരു 1/4 ടീസ്പൂണ്, അധികം വേണ്ട, 1/4 ടീസ്പൂണ് ഗരം മസാല പൗഡർ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കാം.
പെരുംജീരകം നമ്മൾ നന്നായിട്ട് ചതച്ച് തന്നെ ഇടണം കേട്ടോ. പൊടിയേക്കാളും നല്ലത് അത് തന്നെയാണ്. നമ്മൾ ആദ്യം മസാലയൊക്കെ പൊടി ചതയ്ക്കുമ്പോൾ പെരുംജീരകം ചതച്ചിടുമ്പോൾ നല്ലൊരു ഫ്ലേവർ തന്നെയാണ് കേട്ടോ. ഈ ചോറിന് പെരുംജീരകത്തിൻ്റെ ഫ്ലേവറാണ് അതിന് കൂടുതൽ വേണ്ടത്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. 1 കിലോ ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 2 മിനിറ്റ് ചെറിയ തീയിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. രണ്ട് മിനിറ്റ് ഈ ചെറു തീയിൽ കിടന്നൊന്ന് നന്നായിട്ട് ഒന്ന് വഴണ്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് മൂടി വെച്ച് വേവിക്കാം. ഇതിലേക്ക് കുറച്ച് ഒരു 2 ചെറിയ തക്കാളി ആയതുകൊണ്ട് 2 എടുത്ത് വെച്ചിരിക്കണം. വലുതാണെങ്കിൽ 1 ചേർത്താൽ മതി. ഇതിൻ്റെ മുകളിലിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് കുറച്ച് തിളച്ച വെള്ളം കൂടെ ചേർത്ത് മൂടി വയ്ക്കാം. ചിക്കൻ പകുതി വേവാകുമ്പോൾ നമുക്കതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. കൈമ റൈസ് ആയതുകൊണ്ടാണ് പകുതി വേവാകുമ്പോൾ ഇട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ അതിന് മുന്നേ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. തക്കാളി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് 2 മിനിറ്റ് കൂടെ ചെറുതീയിൽ വെച്ച് കൊടുക്കുക. അതായത് ചിക്കൻ ഒന്ന് നല്ല ടേസ്റ്റിൽ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഈ എണ്ണയിൽ മൂടി വയ്ക്കുന്നത്. ചെറുതായിട്ടൊരു ക്രിസ്പിനെസ് വരുമല്ലോ. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഈ ബിരിയാണി ഇതൊക്കെ ചേർക്കുമ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യണം കേട്ടോ. എന്നാലേ മസാല എല്ലാ ഭാഗത്തേക്കും വരുള്ളൂ. ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം. വെന്ത് വരുമ്പോൾ ഇതിലേക്ക് ബാക്കി വെള്ളം അരിയും ചേർത്താം. കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്താം. നമ്മുടെ ഇറച്ചിച്ചോറ് തയ്യാറായിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ചിക്കനൊക്കെ നല്ല ഗ്രേവിയൊക്കെ ആയിട്ട് നല്ല രുചികരമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള അരി ചേർത്ത് കൊടുക്കാം കേട്ടോ. 2 വലിയ ഗ്ലാസ്സിൽ കപ്പ് പറയുകയാണെങ്കിൽ 4 കപ്പ് അരി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ മസാല ചോറിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ അരി നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നത്. ഇതിലേക്കുള്ള വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത് ഇതിലുള്ള വെള്ളത്തിനനുസരിച്ച് ചേർക്കാം. നമ്മൾ 2 ഗ്ലാസ് ആണെങ്കിൽ 4 ഗ്ലാസ്സാണ്. അത്രയും നമ്മൾ ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ അരിയുടെ ഒപ്പം വെള്ളം ഒഴിച്ചാൽ കറക്റ്റായിട്ട് വറ്റി വരും കേട്ടോ. ചിക്കനും ചോറും കൂടെ ഈ സമയത്ത് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഉപ്പൊന്ന് നോക്കാം. മല്ലിയിലും ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കുമ്പോൾ തിളച്ച വെള്ളം മാത്രം ചേർക്കുക. സാധാരണ വെള്ളം ഒഴിക്കരുത് കേട്ടോ. പിന്നെ അരിയും ഇതൊന്നും നല്ല ടേസ്റ്റിൽ കിട്ടില്ല, വേവില്ല. നമുക്കൊന്ന് ഫുൾ ഫ്ലെയിമിൽ വയ്ക്കാം. ഇതിലേക്കുള്ള മല്ലിയില ചേർത്ത് കൊടുക്കാം. പിന്നെ മുകളിൽ വേണമെങ്കിൽ കുറച്ച് നെയ്യ് ടേസ്റ്റിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു ഡ്രോപ്പ് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ലൈം ജ്യൂസിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്ന് വെച്ചാൽ ഇത് ചോറും ചിക്കനും കൂടെ ഒരുമിച്ചല്ലേ വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒട്ടിപ്പിടിക്കണം അങ്ങനത്തെ ഒന്നും വരില്ല. ബിരിയാണി ആണെങ്കിൽ നമുക്ക് കുറച്ച് ലൈം ജ്യൂസ് ചേർത്ത് കൊടുക്കാറുണ്ട്. സൈഡിലേക്ക് നന്നായിട്ട് ചേർത്ത് ഫുൾ ഫ്ലെയിമിലിട്ടൊന്ന് മൂടി വെച്ച് വേവിച്ചെടുത്താൽ നമ്മുടെ രുചികരമായ ഇറച്ചിച്ചോറ് ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്കൊന്ന് തുറന്നു നോക്കി കൊടുക്കണം, ഉപ്പ് കറക്റ്റാണ്. അപ്പോൾ ഈ ഇറച്ചിച്ചോറ് കറക്റ്റ് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചൂടിൽ തന്നെ ഇരിക്കട്ടെ. ബിരിയാണി പോലെ പെട്ടെന്ന് തന്നെ മാറ്റേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാൽ വേവൊക്കെ പാകത്തിനാണ്, വല്ലാതെ കൂടുതൽ വേവൊന്നും ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കതൊന്ന് ഈ ചൂടിൽ തന്നെ മൂടി വെച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാറാകുമ്പോൾ മാറ്റിയാൽ മതി. ഇതിലേക്കുള്ള കോമ്പിനേഷൻ എന്ന് പറയുന്നത് സാലഡ്, പിക്കിള് വേണമെങ്കിൽ നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം കേട്ടോ. ബീട്രൂട്ട് ചമ്മന്തിയോ തേങ്ങ ചമ്മന്തി. ഇപ്പോൾ കുറേ ബിരിയാണി ചമ്മന്തികൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ മാത്രമായിട്ട് ഇനി ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നെയ്യും കൂടെ മുകളിൽ തൂവി കൊടുക്കാം കേട്ടോ. ചേർക്കുന്നില്ല. ഇനി ഇതൊന്ന് മൂടി വെച്ച് നമ്മൾ ദം ചെയ്യണ പോലെ എന്തെങ്കിലും ഇതിൻ്റെ മുകളിൽ ദോശക്കല്ല് എന്തെങ്കിലും ഒന്ന് കയറ്റി വെച്ചാൽ മതി. അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ വെച്ചിട്ടുള്ള ഇറച്ചിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ അതാ നമ്മുടെ രുചികരമായ ഇറച്ചിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമ്മുടെ വ്യത്യസ്തങ്ങളായ അങ്ങനത്തെ റെസിപ്പിക്കായിട്ട് ചീനീസ് കിച്ചൻ വീണ്ടും വരുന്നതാണ്. അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു.